കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് സുദൃഢമാകുവാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബജീവിതം സ്ഥാപിച്ചത് ദൈവമാണ്. ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷപ്രദമാവുകയുള്ളൂ. ഇത് വളരെ ലളിതമായൊരു പ്രസ്താവനയാണെങ്കിലും അതിന് വലിയ അർത്ഥമുണ്ട്. പക്ഷേ ലളിതമായ കാര്യങ്ങളാണ് ചെയ്യാൻ വിഷമം. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ വലിയ വിഷമമാണ്. അതിൻ്റെ പ്രധാന കാരണം മനുഷ്യരായ നമുക്ക് സ്വതവേ ദൈവത്തെ അനുസരിക്കാനോ ദൈവത്തെ പ്രസാദിപ്പിച്ചോ ജീവിക്കുവാനുള്ള കഴിവില്ല. നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി ദൈവത്തെ അനുസരിക്കാത്ത സ്വഭാവമുള്ളവരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. കുട്ടികളെ ആരും തെറ്റ് ചെയ്യാനോ നുണ പറയാനോ മോഷ്ടിക്കാനോ വഴക്കുണ്ടാക്കാനോ പഠിപ്പിക്കുന്നില്ലല്ലോ. അവരാ സ്വഭാവത്തോടുകൂടി ജനിക്കുന്നു. അതിൻ്റെ അർത്ഥം ജന്മന നമുക്ക് ദൈവത്തോട് മറുതലിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ ഇതിനൊരു മാറ്റമുണ്ടായാൽ, നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും, നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമായിരിക്കും. നമുക്ക് ദൈവത്തെ അനുസരിക്കാനുള്ള സ്വഭാവമില്ല, എന്നാൽ ആ സ്വഭാവം മാറ്റാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സ്വയമേ നമ്മുടെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. അതിന് നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. മനുഷ്യന് ദൈവത്തെ അനുസരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ചരിത്രത്തിലൂടെ ദൈവം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിന് ദൈവം തൻ്റെ കൽപ്പനകൾ, തൻ്റെ പ്രമാണങ്ങൾ കൊടുത്തു. നിങ്ങളിതനുസരിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം എന്നായിരുന്നു ദൈവം പറഞ്ഞത്. എന്നാൽ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവർക്ക് ദൈവത്തെ അനുസരിക്കാൻ സാധിച്ചില്ല. മനുഷ്യരാൽ അസാധ്യമാണ് ദൈവത്തിൻ്റെ നിലവാരത്തിൽ ദൈവത്തെ അനുസരിക്കുക എന്നത്. അതുകൊണ്ട് ദൈവം അതിനൊരു പോംവഴി കണ്ടെത്തി. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്നു. മനുഷ്യനായി, പക്ഷേ ദൈവമായിരുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. താൻ ഈ ഭൂമിയിൽ പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. തൻ്റെ ജീവിതകാലത്ത് സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനെക്കുറിച്ചും ദൈവത്തിന് പറയാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അത് പറഞ്ഞു. ഈ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം പൂർണ്ണമായിരുന്നു, പാപരഹിതമായിരുന്നു. എങ്കിലും പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു. ഈ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം പാപമോചനം നൽകും എന്ന് അരുളി ചെയ്തു. ബൈബിളിൽ അതുണ്ട്. അങ്ങനെ പാപമോചനം നേടിയ ആളുകൾക്ക് ദൈവം ഒരു ദാനം കൊടുക്കും. ആ ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിലെ ഒരു വ്യക്തിത്വമാണ്. പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പിന്നെ പരിശുദ്ധാത്മാവായ ദൈവം. ഈ പരിശുദ്ധാത്മാവായ ദൈവം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഉള്ളിൽ വസിക്കും. അവർക്ക് സ്വതവേ ദൈവത്തെ അനുസരിക്കാനോ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനോ ഉള്ള കഴിവില്ല. എന്നാൽ അവരുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ദൈവത്തെ അനുസരിക്കുവാൻ അവരെ സഹായിക്കാൻ സാധിക്കും. ഇനി പുതിയ നിയമം പഠിപ്പിക്കുന്നത്, ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർ, ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവർ, അവർ കുടുംബജീവിതത്തിൽ സന്തുഷ്ടരായിരിക്കും. വിജയകരമായ കുടുംബജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ഇതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവിൽ നിറഞ്ഞിരിപ്പിൻ. എന്ന് വെച്ചാൽ നമ്മൾ മദ്യം കഴിച്ചാൽ മദ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിത്തീരും നമ്മൾ. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിന് ദോഷമുണ്ടാവും, സ്വഭാവദൂഷ്യം ഉണ്ടാവും. അതിന് പകരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിച്ചാൽ കുടുംബത്തിലുള്ള ഓരോരുത്തരും
എങ്ങനെ പെരുമാറുമെന്ന് കൂടി പൗലോസ് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെയാണ് ഭാര്യമാരെ ഭർത്താക്കന്മാരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം. അവിടെ തന്നെ പരിശുദ്ധാത്മാവ് നിറവിലുള്ള ഒരു ഭർത്താവ് അയാൾ എങ്ങനെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കും, കരുതും. അതേ തുടർന്ന് മക്കൾ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള മക്കൾ എങ്ങനെ കുടുംബത്തിൽ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കും. അതുപോലെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള മാതാപിതാക്കൾ അവർ എങ്ങനെ മക്കളെ കരുതും, മക്കളെ എങ്ങനെ ശിക്ഷണത്തിൽ വളർത്തും. പരിശുദ്ധാത്മ നിറവുള്ള ജോലിക്കാർ അവരെങ്ങനെ നന്നായിട്ട് ജോലി ചെയ്യും. പരിശുദ്ധാത്മ നിറവുള്ള യജമാനന്മാർ, നമ്മുടെ കീഴിൽ ആളുകൾ വർക്ക് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അധികാരത്തിലുള്ള ആളുകൾ, അവരെങ്ങനെ പെരുമാറും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, ബൈബിളും കൊണ്ട് നടക്കുന്നുണ്ട്, പ്രാർത്ഥനയോധത്തിന് പോകുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് സന്തോഷകരമായൊരു കുടുംബജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ബൈബിൾ അത് പറയുന്നില്ല. ബൈബിൾ പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണോ. പല ആളുകളും ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നമ്മൾ പള്ളിയിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീക ശുശ്രൂഷ ചെയ്യുമ്പോൾ ആണ് ആവശ്യമെന്നാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഒരു വ്യക്തി ജീവിക്കേണ്ടത് അവൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അനുസരിക്കാൻ സാധിക്കും, കുടുംബജീവിതം അനുഗ്രഹകരമായി തീരും. ഇനി ചുരുക്കമായിട്ട് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. കാരണം ആദ്യം ദൈവം സൃഷ്ടിച്ച കുടുംബത്തിൽ ഈ ഒരേ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം. ബാക്കി ബന്ധങ്ങളെല്ലാം ഈ ബന്ധത്തിൽ നിന്നും ഉണ്ടായതാണ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പറയേണ്ട ആവശ്യം വളരെയധികമുണ്ട്. ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രാഥമികമായ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണ്. പലരും കരുതുന്നത് എൻ്റെ മകൻ, അവനെ 25 വയസ്സ് വരെ ഞാൻ വളർത്തി, അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഭാര്യയുടെ പുറകെ നടക്കുന്നു. അല്ലെങ്കിൽ ഇതേ കാര്യം തന്നെ പെൺകുട്ടികളെക്കുറിച്ചും പറയും. അവളെ ഞാനാണ് വളർത്തിയത്, പഠിപ്പിച്ചത് ഞാനാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളെയൊക്കെ മറന്നു, അവൾക്ക് ഇഷ്ടംപോലെ ജീവിക്കുന്നതെന്ന് പറയും. വിവാഹം കഴിക്കുന്നത് വരെ മാതാപിതാക്കളുടെ കീഴിൽ ജീവിച്ച മക്കൾ വിവാഹം കഴിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം, മാനുഷിക ബന്ധം, അത് അവരുടെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ ആയിരിക്കും. കാരണം ഭാര്യാഭർത്തൃ ബന്ധമാണ് ദൈവം ആദ്യം സ്ഥാപിച്ച ബന്ധം. ഒരു മകനുണ്ടാകുന്നത്, മകളുണ്ടാകുന്നത്, അവർ മാതാപിതാക്കളായി തീരുന്നത് ഒക്കെ ഈ വിവാഹബന്ധത്തിൽ നിന്നാണ്. ഇപ്പോൾ എൻ്റെ മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് എന്നെ മറക്കുന്നു എന്ന് പറയുന്ന ഇവരും വിവാഹം കഴിച്ചതുകൊണ്ടാണല്ലോ മക്കളുണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലാണ്. അതിന് വിഘാതമായതൊന്നും ചെയ്യരുത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ തകർക്കുന്നൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലുള്ള വേറെ ആരുടെയെങ്കിലും കുടുംബജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ, എന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറാൻ പാടില്ല. ഒരുപക്ഷെ അതെൻ്റെ മകൻ്റെ വിവാഹ ജീവിതത്തിലായിരിക്കും, എൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ വിവാഹ ജീവിതത്തിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ വിവാഹ ജീവിതത്തിലായിരിക്കും. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ മറ്റുള്ളവർ തലയിടരുത്, പ്രശ്നമുണ്ടാക്കരുത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം ഭാര്യാഭർത്താക്കന്മാരും കുടുംബത്തിലുള്ള മറ്റുള്ളവരും അറിഞ്ഞിരിക്കും. ഇത് പാലിച്ചാൽ തന്നെ കുടുംബജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹാരമായി തീരും. കാരണം നമുക്കറിയാം, ഇന്ന്
കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇൻ്റർഫിയറൻസ് ആണ്, ഇടപെടൽ. അതായത് വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് അവരുടെ മാതാപിതാക്കൾ, ഇപ്പോൾ ഫോണുണ്ടല്ലോ, വിളിച്ചു ചോദിക്കും, എവിടെയാണെങ്കിലും വിളിച്ചു ചോദിക്കും, വീഡിയോ കോൾ ചെയ്ത് ചോദിക്കും, എങ്ങനെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം അവരെ വെറുതെ വിടുക, അവർ ജീവിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുക, അത് തെറ്റാണ്. അത് അവരുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. ഇനി മറ്റ് രണ്ട് കാര്യങ്ങൾ ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഉത്തരവാദിത്വം സംബന്ധിച്ചതാണ്. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സമത്വം എന്നൊക്കെ നമ്മൾ വളരെയധികം കേൾക്കാറുണ്ട്. ഇത് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം സ്ത്രീക്ക് പുരുഷൻ്റെ വിലയില്ല എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സംസ്കാരം പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ധാരണയിൽ നിന്നാണ്. മതങ്ങളും സംസ്കാരവും ഒക്കെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ബൈബിളിൽ സ്ത്രീക്കും പുരുഷനും ഒരേ വിലയാണ്. സ്ത്രീക്ക് വില കുറവും പുരുഷന് വില കൂടുതലുമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഒരു പുരുഷനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത വിലയും ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത വിലയും സെയിമാണ്. അതെ. പക്ഷേ അതിൻ്റെ അർത്ഥം അവർക്ക് രണ്ടു പേർക്കും ഒരേ ഉത്തരവാദിത്തമാണ് എന്നല്ല. അവരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടീം സ്പോർട്ട് എടുത്താൽ അതിൽ ഓരോരുത്തർക്കും അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിൻ വേൾഡ് കപ്പ് ഫുട്ബോൾ ജയിച്ചു. അപ്പോൾ ആ ഫുട്ബോൾ മത്സരത്തിൽ, ആ ടൂർണമെൻറ്റിൽ സ്പെയിനെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ അവർ അധികം ഗോളുകൾ അടിച്ചില്ല. ഫൈനലിലാണെങ്കിൽ അവർ ഒരു ഗോളേ അടിച്ചുള്ളൂ. അങ്ങനെയാണ് അവർ ജയിച്ചത്. അപ്പോൾ ഗോളടിക്കുന്ന ആളുകൾക്കാണ് സാധാരണ ഫുട്ബോൾ കളിയിൽ പേര്. എന്നാൽ അധികം ഗോൾ അടിക്കാത്ത സ്പെയിൻ്റെ ടീമിൽ അധികം ഗോളടിച്ച ആളുകളില്ലായിരുന്നു. എന്നാൽ അവരുടെ പ്രതിരോധ നിര വളരെ ശക്തമായിരുന്നു. അവർ അധികം ഗോളടിച്ചില്ലെങ്കിലും അവർ മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതെ അവർ ഡിഫെൻഡ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത്, ഗോൾ അടിച്ചവരല്ല സ്പെയിന് വേൾഡ് കപ്പ് കൊടുത്തത്, മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതിരുന്നവരാണ് അവർക്ക് വേൾഡ് കപ്പ് ലോക ചാമ്പ്യന്മാരാകാൻ സഹായിച്ചതെന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, 11 പേര് കളിക്കുന്ന ഒരു ഗോളി, അതിൽ 4-5 പേര് ഡിഫൻഡേഴ്സാണ്. അതെ. ഗോൾ അടിക്കുന്നവർ 4 അല്ലെങ്കിൽ 3 പേര് മാത്രമേ ഉള്ളൂ. ഇവരുടെ വില ഈ ഡിഫൻഡേഴ്സിൻ്റെ വില മനസ്സിലാക്കിയ ടീമുകൾ ഈ ഡിഫൻഡേഴ്സിനെ മേടിക്കാൻ വലിയ വില കൊടുത്തു എന്നാണ് പറയുന്നത്. അവർക്ക് വലിയ പേരില്ല, അവരൊരിക്കലും ഗോൾ അടിച്ചിട്ടില്ല, അവർ ഗോൾ അടിച്ചത് വളരെ കുറവാണ്. പക്ഷേ ടീമിൻ്റെ വിജയത്തിന് അവർ അവരുടെ പൊസിഷനിൽ അവരുടെ ഉത്തരവാദിത്വം ചെയ്തു എന്നതായിരുന്നു വിജയം. ഞാനിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഒരു കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ ഉത്തരവാദിത്വവും പുരുഷൻ്റെ ഉത്തരവാദിത്വവും രണ്ടും പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പുരുഷൻ്റെ ഉത്തരവാദിത്വം നോക്കിയിട്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് സ്ത്രീ പറഞ്ഞാൽ അപ്പോൾ അവളുടെ ഉത്തരവാദിത്വം ആര് ചെയ്യും? സ്പെയിനിൻ്റെ ടീമിൽ ഡിഫൻഡേഴ്സ് പറയുകയാണ്, ഞങ്ങൾക്ക് ഗോളടിക്കാൻ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവരവരുടെ പൊസിഷൻ വിട്ട് ഗോളടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവർ ജയിക്കില്ലായിരുന്നു. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് നിർവഹിക്കുക എന്നതാണ്. അത് ചെയ്താൽ കുടുംബജീവിതം വിജയകരവും സന്തോഷപ്രദവുമാവും.